നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലകൃഷ്ണൻ. ഡോക്ടർ BK's ഫെർട്ടിലിറ്റി ക്ലിനിക് തൃശൂർ ചേറ്റുപുഴയിലെ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്. ഇന്ന് ബീജങ്ങളുടെ കൗണ്ട് കുറയുമ്പോൾ അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബീജങ്ങളുടെ കൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിനിമം 15 മില്യൺ കൗണ്ട് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ താഴേക്കാവില്ല എന്നല്ല, സാധ്യത പതുക്കെ കുറഞ്ഞു തുടങ്ങും. അപ്പോൾ ഒരു 5 തൊട്ട് 10 മില്യൺ ഈ റേഞ്ചിലാണ് നമ്മുടെ കൗണ്ട് എന്ന് വെച്ചാൽ എന്താണ് അതിന് ചെയ്യേണ്ടത്? കൂടുതലും 8ഉം 10ഉം മില്യന്റെ അടുത്തേക്കാണ് കൗണ്ട്. അതിന് എന്താ ചെയ്യേണ്ടതാണ് ഇന്നത്തെ ഡിസ്കഷൻ. എന്തിനാണ് ഈ കൗണ്ട് ഇങ്ങനെ പറയുന്നത് ഒരു ഐഡിയ തരാൻ വേണ്ടി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ഗർഭാധാന്റെ വായുടെ ഇവിടെ ബീജങ്ങളൊന്നും അറിയുന്നു. ഇവിടെ ഒരു 15 മില്യൺ ബീജങ്ങൾ എത്തിയാൽ മാത്രമേ അതിൽ നല്ലൊരു 32% എന്ന് വെച്ചാൽ ഏകദേശം ഒരു 5 മില്യൺ ബീജങ്ങൾ ഇങ്ങോട്ട് കടന്നാലേ ഇവിടുന്ന് ഒരു 2.5 മില്യൺ ഇങ്ങോട്ടും 2.5 മില്യൺ ഇങ്ങോട്ടും പോയാൽ അണ്ടത്തിന്റെ ചുറ്റും ഏകദേശം 1 മില്യൺ ബീജങ്ങൾ ഉണ്ടെങ്കിലേ പ്രഗ്നൻസി ആവുള്ളൂ എന്ന് അർത്ഥം. അതിന്റെ അർത്ഥം നല്ലൊരു കൗണ്ട്, അതിൽ അനക്കവും ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ അണ്ടം വരെ എത്തുള്ളൂ. ഈ കൗണ്ട് കുറഞ്ഞാൽ കുഴപ്പമാണ്, പക്ഷെ നല്ല അനക്കവും ആരോഗ്യമുള്ള ബീജങ്ങളാണെങ്കിൽ അത് തീർച്ചയായിട്ടും കുറച്ച് കൗണ്ട് ആണെങ്കിലും ഇവിടെ എത്തും. അപ്പൊ ഒരു 10-12 മില്യൺ കൗണ്ട് ഉള്ള ആളാണെങ്കിൽ എന്താ ചെയ്യേണ്ടതാണ് ഇന്നത്തെ നമ്മളുടെ ഡിസ്കഷൻ. അപ്പൊ ഈ 10-12 മില്യൺ കൗണ്ട് വെച്ചാൽ ഏകദേശം നോർമൽ തന്നെയാണ്. അപ്പൊ 15-നേക്കാട്ടിലും കുറവാണല്ലോ, സാധ്യത കുറയോ എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും അതിൽ പ്രഗ്നൻസി നോർമലായിട്ട് ആവാൻ തന്നെ നല്ല ചാൻസ് ഉണ്ട്. ഇതില് നമുക്ക് ഏകദേശം ഒരു നല്ലൊരു അനക്കം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അണ്ടം വരെ ഓടിയെത്തുന്ന ഞാനിപ്പോ പറഞ്ഞു. ബീജങ്ങളുടെ കൗണ്ട് ഇത്രയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസിക്ക് തീർച്ചയായിട്ടും നോർമലായിട്ട് തന്നെ ട്രൈ ചെയ്യാം. അതല്ല, സാധ്യത കൂട്ടണം എന്നുണ്ടെങ്കിൽ മാത്രമേ അണ്ടങ്ങൾ കൂടുതൽ കൊണ്ടുവന്ന് പൊട്ടിച്ചിട്ട് പിന്നെ നോർമലായിട്ട് ട്രൈ ചെയ്യാം. എന്നുവെച്ചാൽ ഒരേ സമയത്ത് ഈ അണ്ടാശയത്തിൽ നിന്ന് പൊതുവെ ഒരു അണ്ടം മാത്രമേ ഇതിലേക്ക് പൊട്ടി വന്നിരിക്കുള്ളൂ എല്ലാ മാസവും. നമുക്ക് വേണമെങ്കിൽ ആ അണ്ടം പൊട്ടുന്ന സംഖ്യ കൂട്ടി ഒരു 3, 4, 5, 6 എണ്ണം വരെ കൊണ്ടുവന്ന് പൊട്ടിച്ച് ഇവിടെ ഇരുത്തുന്ന സമയത്ത് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും കൂടുതൽ ബീജങ്ങൾ, കൂടുതൽ അണ്ടങ്ങൾ, പ്രഗ്നൻസി സാധ്യത തീർച്ചയായിട്ടും കൂടും. ഇതേ സമയത്ത് ബീജങ്ങളെ കൂട്ടാനായിട്ടുള്ള ഒരു ചെറിയ ഹോർമോൺ ടാബ്ലറ്റ്സ് ഒക്കെ വെച്ച് നമുക്ക് വേണമെങ്കിൽ അതിനെയും ഇംപ്രൂവ് ചെയ്തെടുക്കാം. ഒരു സിംഗിൾ റിപ്പോർട്ട് വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മളൊരു 4 ആഴ്ച ഗ്യാപ്പിൽ ഒന്നും കൂടി 7 days ചെക്ക് ചെയ്യുമ്പോൾ നന്നായിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട. പക്ഷെ നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സോൾവ് ആണ്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ വിഷമം, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും 10-12 ഒരു 8-10 ആ റേഞ്ചിലാണെങ്കിൽ നമുക്ക് നോർമൽ പ്രഗ്നൻസി പ്രതീക്ഷിക്കാം. ഇതിൽ വേണമെങ്കിൽ ഒരു അഡീഷണൽ വെച്ചാൽ നിങ്ങളുടെ ഇപ്പൊ നിങ്ങളുടെ പ്രായം കുറച്ച് കൂടുതലായി, കുറെ കാലമായിട്ട് ശ്രമിക്കുന്നു, നമുക്ക് പ്രഗ്നൻസി ഇതുവരെ ആയിട്ടില്ല. ഇതിങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൽ അഡീഷണൽ IUI എന്നുള്ള ഓപ്ഷൻ കൂടി ഇതിൽ വേണമെങ്കിൽ ചേർക്കാൻ പറ്റും. എന്ന് വെച്ചാൽ അണ്ടങ്ങൾ ഇവിടെ ഇത് കയറി ഇവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു 8-10 മില്യനേ ഉള്ളൂ എന്ന് വെക്കാം. അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അതിൽ IUI ചെയ്യുമ്പോൾ അനക്കം കൂട്ടിയിട്ടാണല്ലോ ഗർഭാനുള്ളിലേക്ക് എടുത്ത് വെക്കുന്നത്. അങ്ങനെ കൂട്ടി വെക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടുന്ന് ബീജത്തിന് ഇങ്ങോട്ട് എത്താൻ ഇവിടുന്ന് എത്തുന്നതിനെക്കാട്ടിലും ഒരു 4 ഇരട്ടി സാധ്യത കൂടുതലുണ്ട്. വേണമെങ്കിൽ ഡബിൾ IUI എന്ന് വെച്ചാൽ ഒരേ ദിവസം 2 സാമ്പിൾ, നിങ്ങളുടെ തന്നെ 2 സാമ്പിൾ. ഇപ്പൊ ഒരു സാമ്പിൾ എടുത്തിട്ട് അതിനെ വാഷ് ചെയ്ത് നമ്മൾ നല്ല ബീജങ്ങളൊക്കെ മാറ്റിയെടുത്തിട്ട് രണ്ടാമത് 1 മണിക്കൂറോ 1.5 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ ഒരു സാമ്പിൾ കൂടി തരിക. ആ സാമ്പിളിൽ നിന്നും കൂടി നിങ്ങൾ തന്നെ ആ ഒരു നല്ല ബീജത്തിന്റെ സാമ്പിളിൽ നിന്ന് ഒരു നല്ല ബീജങ്ങളെ മാത്രമാണ് മാറ്റിയെടുത്തിട്ട് നിങ്ങളുടെ ആദ്യം തന്ന സാമ്പിളും ഇപ്പൊ തന്ന സാമ്പിളും രണ്ടിനും ഒന്നാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനും കൗണ്ടും അനക്കും ഒരു സിംഗിൾ സാമ്പിളിനെക്കാട്ടിലും ഭേദമായിരിക്കും. ചെയ്യുന്ന ഒരു IUI ആണ്. എന്നാലും നിങ്ങൾ തന്നെ 2 സാമ്പിൾ എടുത്തിട്ട് ഗർഭാനുള്ളിലേക്ക് വാഷ് ചെയ്തെടുത്ത് വെക്കുമ്പോൾ സാധ്യത നോർമൽ ട്രൈ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി കൂടും. അപ്പം അതൊരു ഓപ്ഷനാണ്. അപ്പം ഈ പറഞ്ഞ കൗണ്ട് 10-15 മില്യൺ മുകളിലേക്കാണെങ്കിൽ ഒരു പേടിയും വേണ്ട. പക്ഷെ ഒരു 8, 9, 10 ആ റേഞ്ചിലൊക്കെ ആണെങ്കിൽ അതിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ചെറിയ വഴികളിൽ കൂടെ തന്നെ വലിയ IVF അങ്ങനത്തെ വഴിയിൽ പോകേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ ചെറിയ വഴി കൂടെ അത് കുറച്ചുകൂടി കൂട്ടി വേണേൽ ഹോർമോൺസ് അല്ലെങ്കിൽ IUI എന്നുള്ള ചെറിയ ആഡ് ഓൺ വെച്ചിട്ട് നമുക്ക് തീർച്ചയായിട്ടും പ്രഗ്നൻസി സാധ്യത കൂട്ടാൻ പറ്റും. ഇനിയും ഇതിനെപ്പറ്റി സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ ഇടുക, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് കണ്ടതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.